വിദ്യാർത്ഥിനിയുടെ പരാതി വ്യാജമാണെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് പറയുന്നത്. ദില്ലി കൽക്കാജി മന്ദിറിൽ പ്രാർത്ഥനയ്ക്കിടെ സ്റ്റേജ് തകർന്ന് ഒരു മരണം, 17 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. 1500ഓളം പേർ അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു. നോബൽ മാരിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി. നോബൽ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഒരു മരണം ഉണ്ടായി. എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ അപകടത്തെ തുടർന്ന്? ബിനിൽ, ഇന്നലെ രാത്രിയാണ് ദില്ലി കൽക്കാജി മന്ദിറിൽ ഈ അപകടം ഉണ്ടാകുന്നത്. രാത്രി പ്രാർത്ഥനകൾക്കിടെ അനിയന്ത്രിതമായി ആളുകൾ സ്റ്റേജിലേക്ക് കയറിയതാണ് അപകടമുണ്ടാകാൻ കാരണം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മരം കൊണ്ടും ഒപ്പം ഇരുമ്പ് കൊണ്ടും തീർത്ത സ്റ്റേജായിരുന്നു. പക്ഷേ സ്റ്റേജ് പൊളിഞ്ഞു വീണാണ് ഈ അപകടം ഉണ്ടായത്. ഒരു സ്ത്രീയാണ് ഇതിൽ മരിച്ചിരിക്കുന്നത്. ബാക്കി 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ എയിംസിൽ ഉൾപ്പെടെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. മൊത്തം 1500നും 1600നും ഇടയ്ക്ക് ആളുകൾ ഈ അമ്പലത്തിൽ ഉണ്ടായിരുന്നു, ഈ മന്ദിറിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അത്തരത്തിൽ ഒരു പരിപാടി നടത്താനുള്ള അനുമതി പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകളായിരുന്നു അവിടെ നിശ്ചയിച്ചിരുന്നത്. അതിനിടയിലാണ് ആവേശം മൂത്ത് ആളുകൾ ഇത്തരത്തിൽ സ്റ്റേജിലേക്ക് കയറിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും സംഘാടകർക്കെതിരെ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ മരിച്ച സ്ത്രീയുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും അനിയന്ത്രിതമായി ആളുകൾ എത്തുകയും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കാതിരിക്കുകയും ചെയ്തതാണ് തിക്കും തിരക്കും ഉണ്ടാകാൻ കാരണം. ആ തിക്കിലും തിരക്കിലുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാവുകയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിരവധി വകുപ്പുകൾ പ്രകാരം ഇതിൽ കേസെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 337, 304A അതോടൊപ്പം 188 തുടങ്ങിയ IPCയിലെ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തത്. പക്ഷേ ആരുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതൊരു അമ്പലം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും ഇതിനെ പോലീസ് കാര്യം കൈകാര്യം ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും രാത്രി ഏറെ നേരം നീണ്ടുന്ന പ്രാർത്ഥനയ്ക്കിടയിലാണ് ഈ അപകടം ഉണ്ടായത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ബിനിൽ. ഓക്കെ, നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.